നമസ്കാരം. രാജയോഗം എപ്പോഴും അനുകൂലമായ ഫലങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്ന ഒന്നാകുന്നു. അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായും ആരോഗ്യപരമായും അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ മാറ്റങ്ങൾ വന്നു ചേരും. അതിനാൽ രാജയോഗ ഫലപ്രകാരം മികച്ചതായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും മിഥുനമാസത്തിൽ ഇരട്ട രാജയോഗം വന്നു ചേരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇരട്ട രാജയോഗം കടന്ന് വരിക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിശേഷാൽ അസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനമാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാണ് എന്ന് പറയാം. കാരണം അശ്വതി നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗം വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല തരത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം കൂടിയാകുന്നു. ഈ സമയം പല രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. കൂടാതെ ഈ സമയം സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തികപരമായി നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ മാറ്റങ്ങൾ കടന്നു വരികയും കൂടാതെ അല്പം താമസിച്ചാലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗം ജീവിതത്തിൽ ഉയർച്ച നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനത്തിലെ ഇരട്ട രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ദാമ്പത്യപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പല നേട്ടങ്ങളും അനുകൂലമായി മാറുന്ന സമയം കൂടിയാണ്. ജീവിതം മാറി മറിയുന്നതായ അവസരങ്ങൾ തന്നെ കടന്നു വരും. എത്ര പ്രതിസന്ധികളുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറി മറിയുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല ബാധ്യതകളും സാമ്പത്തികപരമായ ബാധ്യതകളും മറ്റ് ബാധ്യതകളും ഈ സമയം നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. എന്നാൽ ഈ സമയം നിങ്ങളെ തോൽപ്പിക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ചാൽ പോലും അതത്ര എളുപ്പമാകില്ല എന്ന കാര്യവും ഓർക്കുക. ഇരട്ട രാജയോഗം തീർച്ചയായും തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മാറി മറിയുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യഫലങ്ങൾ അനുകൂലമായി ഭവിക്കും. കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായ നേട്ടങ്ങൾ വന്നു ചേരാം. ജോലിയിൽ ഉയർച്ച നേടുക, ശമ്പളം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം സന്തോഷകരമായ പല കാര്യങ്ങളും അനുകൂലമായ ഫലങ്ങളും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. പല പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുന്നതായ സമയമാകുന്നു. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ നിലനിൽക്കുവാൻ സഹായകരമായ സമയമാണ് എന്നുകൂടി ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഇരട്ട രാജയോഗത്താൽ മിഥുനമാസം ഏറ്റവും ശുഭകരമായി തന്നെ ഭവിക്കാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. മകം നക്ഷത്രക്കാർക്കും ഇരട്ട രാജയോഗം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മിഥുനമാസത്തിൽ തീർച്ചയായും മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയം തന്നെയാകുന്നു. അതിൽ സംശയം വേണ്ടതില്ല. എന്നാൽ ജീവിതം വളരെയധികം മാറുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം. അനുകൂലമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടി വരാം. സന്തോഷകരമായ അഥവാ ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആരോഗ്യപരമായി അനുകൂലമായ ഫലങ്ങൾ, ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങൾ,
അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ഒരു പരിധി വരെ ലഭിക്കുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. തീർച്ചയായും ഈ രാജയോഗം അഥവാ ഈ ഇരട്ട രാജയോഗം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ബിസിനസ് പരമായും തൊഴിൽപരമായും വന്നു ചേരാം. വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ സമയമാണ്. മിഥുനമാസത്തിൽ ഇരട്ട രാജയോഗം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സഹായകരമാണ് ഈ സമയം. മിഥുനത്തിലെ ഇരട്ട രാജയോഗം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. സന്തോഷകരമായ നിരവധിയാർന്ന നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളെ അത്ഭുതപ്പെടുത്തും വിധമായിരിക്കും എന്ന കാര്യവും ഓർക്കുക. കടങ്ങൾ വീട്ടുന്നതിനും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഒരു പരിധി വരെ അനുകൂലമാണ് ഈ സമയം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് നിരവധിയാർന്ന അവസരങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം, അതല്ല തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാകാം, പഠനവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അവസരങ്ങൾ വന്നു ചേരാം. പല നേട്ടങ്ങളും അത്തരത്തിൽ നിങ്ങളെ തേടി വരും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനത്തിലെ ഇരട്ട രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാകുന്നു. നേട്ടങ്ങൾ പലവിധമാണ്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായി ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിജയം ഈ സമയം ശരിയായ രീതിയിൽ കൈവരിക്കുവാനും വിജയം എപ്രകാരം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന ദിശാബോധം നിങ്ങളിലേക്ക് കടന്ന് വരികയും ചെയ്യാം. ജീവിതത്തിൽ അത്തരത്തിൽ പല കാര്യങ്ങളും സന്തോഷകരമായ മാറ്റങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദേശത്തും സ്വദേശത്തും ജോലി ലഭിക്കുക, പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാകുന്നു. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ നിരവധിയാർന്ന ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. കാരണം ഇരട്ട രാജയോഗം മിഥുനമാസത്തിൽ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല വഴികളിലൂടെയും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും ആവശ്യമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. തൊഴിൽപരമായി ചില നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയമാകുന്നു. ബിസിനസ് പരമായും ഉയർച്ചയ്ക്ക് സാധ്യതകളുണ്ട്. ഈ സമയം പല തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതം തന്നെ മാറി മറിയുന്ന നേട്ടങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്ന പല വസ്തുക്കൾ വാങ്ങുകയോ അല്ലെങ്കിൽ ലഭിക്കുകയോ ചെയ്യാം. ആഗ്രഹ സാഫല്യം വന്നു ചേരാം.
സാമ്പത്തിക സ്ഥിതിയിലും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരാം. സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക.